ശിലാന്യാസത്തിന് വേണ്ടി നിങ്ങൾ ശിലകൾ എന്ത് ചെയ്യണം, പിന്നെ ശേഖരിക്കണം, റെഡിയാക്കണം, അത് നമുക്ക് പിന്നെ അയോധ്യയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഇത് വന്ന സമയത്ത് തന്നെ ഈ ശിലകൾ, അത് രത്നവും സ്വർണ്ണമൊക്കെ പതിപ്പിച്ച ശിലകൾ അങ്ങോട്ട് എന്ത് ചെയ്തു കൊണ്ടുവന്നിരുന്നു. ഇതിൽ നിന്ന് 1200ഓളം ശിലകൾ കാണാതെ പോയി എന്നുള്ള ആരോപണം അന്നുണ്ട്. ഇതാ ഞങ്ങളെ രാമനെയും ഇവർ വഞ്ചിച്ചിരിക്കുന്നു എന്നൊരു ബോധം സാധാരണ ഹിന്ദു മനസ്സുകളിൽ ഒന്ന് കത്തി ഉയർന്നു കഴിഞ്ഞാൽ അത് BJPയുടെയും യോഗിയുടെയും നേരത്തെ ഒരു പക്ഷേ എനിക്ക് അമിത് മാഷ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇത് ചില ബുദ്ധി കേന്ദ്രങ്ങൾ യോഗിയെ ഇരുത്താൻ വേണ്ടി ചെയ്തതാണോ നമുക്ക് പറയാൻ കഴിയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏതായിരുന്നാലും ചില കാര്യങ്ങൾ അവരുടെ കൈവിട്ടും പോകാനുള്ള ഒരു സാധ്യത നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു കാലയളവ് നീണ്ടു നിന്നൊരു കാര്യമാണ് അയോധ്യ എന്നുള്ളത്. അത് എല്ലാ കാലവും ഇങ്ങനെ കത്തിച്ചു കൊണ്ട് നടന്നു. അവസാനം അവിടെ ഒരു രാമക്ഷേത്രം നിർമ്മിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷവും വിവാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യരെ തമ്മിലടിപ്പിച്ച് കൊണ്ട് ഉണ്ടാക്കിയൊരു മന്ദിരത്തിൽ, രാമക്ഷേത്രത്തിൽ അവിടെ നടക്കുന്ന അഴിമതിയുടെ, അവിടെ നിന്ന് കിട്ടുന്ന ദാനമായി ആളുകൾ നൽകുന്ന പണം, അതേപോലെ തന്നെ വെള്ളിഷ്ടികളൊക്കെ കട്ടുകൊണ്ടുപോയി അതിൻ്റെ ഒരു രേഖയും അവിടെ ഇല്ല. അതിലെ ട്രസ്റ്റ് ഭാരവാഹികളടക്കം കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ അവിടെ നടന്നു എന്നുള്ളത്, ആളുകൾ സ്വന്തം പണം ദാനം ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് കൊണ്ടുപോകുന്ന 200 കോടിയുടെ അഴിമതി നടന്നു എന്നുള്ള രൂപത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് വാദിക്കുകയും ദൈവത്തിൻ്റെ പേരിൽ കലാപങ്ങൾ ഉണ്ടാക്കുകയും ശ്രമിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പം യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസമല്ല മുഖ്യം. അവർക്ക് വിശ്വാസം മുന്നിൽ നിർത്തിക്കൊണ്ട് വേറെ ചില കാര്യങ്ങളാണ് അവരുടെ ലക്ഷ്യം എന്നല്ല ഇതിൽ നിന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത്. നമ്മൾ ഈ തെന്നാലി രാമൻ്റെയോ മറ്റൊരു കഥയുണ്ട്. ഒരു സ്ഥലത്ത് പണം കളഞ്ഞു കിട്ടിയപ്പോഴേ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ എന്താണ്, അയ്യോ ആളക്കൊല്ലി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ പെട്ടെന്ന് നിന്നു. അപ്പോൾ എന്താ പറയുന്നത് വെച്ചു, നീ കാത്തു നിൽക്കുകയെന്ന് പറഞ്ഞു. പിന്നെ 2 കൂട്ടുകാർ വരുന്നതും അവർ ആ പണത്തിന് വേണ്ടി പരസ്പരം കൊല്ലുന്ന ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ സമ്പത്ത് എന്നുള്ള ഒരു വസ്തു ഇത് വിശ്വാസവുമായി കൂട്ടിയിണക്കപ്പെടുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും ആരുടെ വിഷയത്തിലും സംഭവിക്കാവുന്നൊരു കാര്യമാണത്. ഇപ്പോൾ നമുക്ക് അതായത് ഇപ്പോൾ ചരിത്രത്തിൽ, ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരനാണ് മഹമ്മൂദ് അൽ ഗസ്നി. അദ്ദേഹം 17 തവണ എന്ത് ചെയ്തു ഒരേ അമ്പലം ആക്രമിച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ എന്താണ്, അവിടെ എപ്പോഴും ഇതിങ്ങനെ കൂട്ടി വെച്ചിരുന്നു. അപ്പോൾ അത് കള്ളടിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം ഒരു കൊള്ളക്കാരൻ്റെ മനോഭാവത്തോടെ വന്ന് അടിച്ചു പോയി എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ ഹൈന്ദവ രാജാക്കന്മാർ തന്നെ ധാരാളമായിട്ട് കൊള്ളയടിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഒന്നുകിൽ എന്താണ്, അവർ വേറെ സെക്റ്റിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ശൈവ വിശ്വാസികൾ വൈഷ്ണവ അത് കൊള്ളയടിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിലും ചിലർ വിശ്വാസികളായിരുന്നില്ല. മറ്റൊരർത്ഥത്തിൽ അവർ യുദ്ധത്തിൻ്റെ സ്വാഭാവിക ധാർമ്മികതയാണ് അതാണ് അത് സാമ്പത്തികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. ഇപ്പോൾ രാജതരംഗിണി എന്നൊക്കെ പറയുന്ന കൽഹർണൻ്റെ ഒക്കെ പുസ്തകമുണ്ട്, കാശ്മീരി രാജവംശങ്ങളെക്കുറിച്ച്. അവരൊക്കെ കൊള്ളയടിച്ച ഈ മറ്റേ അമ്പലങ്ങളെക്കുറിച്ചൊക്കെ അതിനകത്ത് ധാരാളം പറയുന്നുണ്ട്. അതായത് റിച്ചാർഡ് H. ഡേവിഡിൻ്റെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം ഇതുപോലെ തന്നെ ഈ ലൂട്ടഡ് അമ്പലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം പറഞ്ഞു വെച്ചാൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ ലൂട്ടിങ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ ആരാധനാ കേന്ദ്രങ്ങളിൽ സമ്പത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പരിണാമമുണ്ട്. ഞാനതിങ്ങനെ പറയുന്നത് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഹിന്ദു പ്രശ്നമാണ് എന്ന രീതിയിൽ കാണണ്ടല്ലോ. അപ്പോൾ അജ്മീറിനെ കുറിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു ലേഖനം വന്നിരുന്നു. അവിടെ 300 കോടിയുടെ വരുമാനം വർഷത്തിലുണ്ട്. ഒരു 100 കുടുംബങ്ങളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അവർ ഗുണ്ടാ സംഘങ്ങളെ പോലെയാണ് പെരുമാറുന്നത്. അപ്പോൾ അവരത് എന്ത് ചെയ്യുന്നു, എല്ലാ രീതിയിലും അതിനെ മത്ത് പിടിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഈ പാവം ഭക്തന്മാർ കൊണ്ടുപോയിട്ട് 5-10 രൂപയായിട്ടോ അല്ലെങ്കിൽ 500-1000 ഒക്കെ ആയിട്ട് എന്താണ് ഇട്ട് കൊടുക്കുന്ന പണം അനുഭവിക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു വിഭാഗം അവിടെ ഉണ്ടാവുകയാണ്. നമുക്കറിയാം, അവിടെ പോയ ആർക്കൊക്കെ അറിയാം, ഇങ്ങനെ വിളിക്കുകയാണ്, ഇവിടെ വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്തിന്? സ്വർഗം വാങ്ങിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ടൊരു ഒഴിച്ചിലോ ഒക്കെ നടത്താൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ രാഷ്ട്രീയവും മതവും കൂടിയാണ് ഇവിടെ കൂട്ടിക്കലർത്തപ്പെട്ടത്. ആത്മീയത തന്നെ ഈ സമ്പത്തുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല. ഇവിടെ രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തി അതിൽ നിന്ന് ഒരു ബൈ പ്രൊഡക്റ്റായിട്ടാണ് ഈ അമ്പലം
ഉണ്ടാകുന്നത്. വളരെ കൃത്യമായിട്ടൊരു ആണ്. എന്നിട്ട് ആ ഒരു അമ്പലത്തെ ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഫണ്ടിങ് സോഴ്സ് പോലെയാണ്. ഇവിടെ ഇതിപ്പോൾ ഒരു ആദ്യമായിട്ടുണ്ടായൊരു ആരോപണമല്ലോ. വെച്ചാൽ 1989 ഈ അദ്വാനി അന്നത്തെ നേതാക്കൾ എന്ത് ചെയ്തു, VHPൻ്റെ നേതാക്കളടക്കമുള്ളവർ ശിലാന്യാസത്തിന് വേണ്ടി നിങ്ങൾ ശിലകൾ എന്ത് ചെയ്യണം, പിന്നെ ശേഖരിക്കണം, റെഡിയാക്കണം, അത് നമുക്ക് പിന്നെ അയോധ്യയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഇത് വന്ന സമയത്ത് തന്നെ ഈ ശിലകൾ, അത് രത്നവും സ്വർണ്ണമൊക്കെ പതിപ്പിച്ച ശിലകൾ അങ്ങോട്ട് എന്ത് ചെയ്തു, കൊണ്ടുവന്നിരുന്നു. ഇതിൽ നിന്ന് 1200ഓളം ശിലകൾ കാണാതെ പോയി എന്നുള്ള ആരോപണം അന്നുണ്ട്. ഇപ്പോഴും ആ വെള്ളി ഇഷ്ടികകൾ കാണാതായി. അല്ല, അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഈ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ അവിശ്വാസികളൊക്കെ ചോദിക്കുന്ന ചോദ്യമില്ലേ, അല്ല ഈ ദൈവത്തിന് എന്താണ് ഇപ്പം എന്തിനാ ഈ സ്വർണം, എന്തിനായി രത്നം പതിച്ച കിരീടം, അല്ലെങ്കിൽ എന്തിനാണ് ഈ വെള്ളി എന്നൊക്കെ ചോദിച്ചാൽ ആ ചോദ്യത്തിനൊരു ഉത്തരം വേണമല്ലോ. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളോട് ഭക്ഷണം ആവശ്യപ്പെടുന്നില്ല, എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം പള്ളിയെ സംബന്ധിച്ചോളം, യഥാർത്ഥത്തിലൊരു മുസ്ലിം പള്ളിയെ സംബന്ധിച്ചോളം അവിടെ അതിൻ്റെ നടത്തിപ്പിനൊക്കെ വേണ്ട ചെറിയ എന്തെങ്കിലും ഒരു ഫണ്ടോ സംഭാവനയല്ലാതെ അതിനപ്പുറം പോകുന്നൊരു ഭണ്ഡാരത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇവിടെ നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ ഒരു സ്വലാത്ത് നഗർ എന്ന് പറയുന്നൊരു, ഇപ്പോഴും ഉണ്ടോ എനിക്കല്ല, സംവിധാനം വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരിക്കൽ അവിടുന്ന് കോഴിക്കോട് നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് റോഡ് സൈഡിൽ അവിടെ സ്വലാത്ത് അങ്ങനെ ഗംഭീരമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ മറ്റേ മയിൽക്കുറ്റി പോലെ നിരന്തരമായിട്ട് ഒരുപാട് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ നിറയെ നേർച്ച കുറ്റികൾ. അപ്പോൾ 100 ചില്ലാന എണ്ണിയപ്പം എന്ത് ചെയ്തു, പിന്നെ നമ്മൾ എണ്ണക്കം നിർത്തി. അപ്പോൾ ആലോചിച്ച് നോക്കുക, അവിടെ അതിൻ്റെ താല്പര്യം എന്താണ്, വളരെ കൃത്യമാണ്, സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടിയുള്ള ഒരു ചൂഷണ കേന്ദ്രമാക്കിയിട്ടാണ് ഇതിനെ മാറ്റിയിട്ടുള്ളത്. ഇത് വിശ്വാസികൾക്ക് ബോധ്യപ്പെടാതിരിക്കുന്നിടത്തോളം വലിയ പിന്നെ ഇല്ലേ ആധുനിക കാലത്തും അതങ്ങനെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതിനകത്തുള്ള ചില ഗൗരവമേറിയ പ്രശ്നങ്ങളുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ മാറ്റി മറിക്കാൻ കാരണമായ ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ മത മിക്സിങ്ങിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. അതിന് ഇപ്പോൾ ഈ അമ്പലം വരുന്നതിന് അത് തീരുമാനമാകുന്നതോടെ പ്രധാനമന്ത്രി നേരിട്ടാണ് ഈ ട്രസ്റ്റിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തുള്ളത്. എന്ന് വെച്ചാൽ അതിൽ ഉത്തരവാദിത്വമുണ്ട്. പ്രധാനമന്ത്രിക്കും BJPക്കും ഈ പാർട്ടിക്കും വരെ മറുപടി പറയേണ്ട ബാധ്യത ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനത്തെ കോർ നേതാക്കന്മാരെയാണ്. ഇപ്പോൾ VHPയുടെ ഒരു കോർ ലീഡറെയാണ്, BJPയുടെ കോർ ലീഡേഴ്സിനെയാണ് ഈ ട്രസ്റ്റ് അംഗങ്ങളാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങളില്ലാതെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ എങ്ങനെയാണിത് മുന്നോട്ട് പോകുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ മഹിപാൽ സിംഗ് എന്ന് പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഇതിൻ്റെ അക്കൗണ്ടൻറ്റ്, അദ്ദേഹം തന്നെ പറഞ്ഞാൽ 2 വർഷമായിട്ട് കൃത്യമായിട്ട് റെക്കോർഡുകൾ പോലും സൂക്ഷിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വളരെ അയഞ്ഞ ഒരു സ്ട്രക്ചർ, ചില കണക്കുകൾ പറയുന്ന ഒരു ദിവസത്തിൽ 1 കോടി മറ്റേ സ്വർണം വെള്ളി ഇതിൻ്റെയൊക്കെ കാണിക്കെന്താണ് കിട്ടുന്നത് നമുക്കറിയില്ല. 15 ലക്ഷമെന്നും 20 ലക്ഷം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ പോയാലും ശരി ഒരു 100-200 കോടി രൂപയെങ്കിലും ഈ നിലയ്ക്ക് വരുമാനം വരുന്നുണ്ടാകും. ഇത്രയും വലിയ സാമ്പത്തിക സ്രോതസ്സുള്ള ഒന്ന് ഇങ്ങനെ അക്കൗണ്ടബിൾ അല്ലാതെ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ പുറമേ ഇപ്പം ഇതിനകത്തേക്ക് ഫോറിൻ ഫണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളറിയാം FCRIൻ്റെ വിവാദം നിലനിൽക്കുകയാണ്. അതായത് ഫോറിൻ ഫണ്ട് രാജ്യത്തെ മതവൽക്കരിക്കാനും അല്ലെങ്കിൽ രാജ്യദ്രോഹികളുടെ കയ്യിൽ ആയുധമാകാനും പോകുന്നു എന്നുള്ളതുകൊണ്ട് പല രീതിയിലുള്ള നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ വരുന്ന ഫണ്ടുകൾ കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അത് പരിശോധിക്കപ്പെടണ്ടേ? ED എന്താ വരാത്തത്? ഇതിനേക്കാൾ കുറഞ്ഞ പല പ്രശ്നങ്ങളിലും ED എന്താണ് വരികയും റെയ്ഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാട്ടിലിപ്പം ഈ മറ്റേ 5 മെഡിക്കൽ കോളേജുകളിൽ എന്ത് ചെയ്തു, ED വന്ന് റെയ്ഡ് ചെയ്തു. എന്തായിരുന്നു, എന്തോ ഒരു അവയവ കച്ചവടത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന് കേട്ടപ്പോഴേക്ക് അതിനേക്കാൾ എത്രയോ മാരകവും അതെ ഭീകരവുമായിട്ടുള്ള ഒരു തെഫ്റ്റ് കൊള്ള നടന്നിട്ടും മാത്രമല്ല അതിന് എല്ലാ രീതിയിലുള്ള ഈ വൈദേശികവും അടക്കമുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിട്ടും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, പിന്നെ ED വരുന്നില്ല. പിന്നെ ഈ ഫണ്ട് ഒരു പ്രൈവറ്റ് ട്രസ്റ്റാണിത്. ഈ ഫണ്ട് എവിടേക്ക് പോകുന്നു, എന്തിനു വേണ്ടി വിനിയോഗിക്കപ്പെടുന്നു? അപ്പോൾ അതിന് ആ രീതിയിലുള്ള കാര്യങ്ങൾ
കൃത്യമായിട്ടും മറ്റേ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താണ് ഇതിൻ്റെ ഒരു 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 അക്കൗണ്ടിൻ്റെ ഒരു ഷീറ്റ് എന്ത് ചെയ്യണം ഫൈനലി ജനങ്ങളുടെ മുമ്പിൽ, നമ്മുടെ മുമ്പിലൊന്നുമല്ല വിശ്വാസികളുടെ മുമ്പിൽ വെക്കണ്ടേ. അതിന് വേറൊരു കാരണം കൊണ്ട് ഇവിടെ ശരിക്കും ശ്രീരാമനല്ല പ്രതിഷ്ഠ, രാംലല്ലയാണ്. എന്നുവെച്ചാൽ കുട്ടിയായിട്ടുള്ള രാമനാണ്. അപ്പോൾ കാലാകാലം അത് കുട്ടിയായിരിക്കും, പ്രതിഷ്ഠ കുട്ടിയായിരിക്കും. അപ്പോൾ ആ കുട്ടിയുടെ അല്ലെങ്കിൽ രാംലല്ലയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ പറയുന്ന ട്രസ്റ്റ്. അപ്പോൾ എത്രമാത്രം വിശ്വാസികളെ വഞ്ചിക്കുന്ന കബളിപ്പിക്കുന്ന ഒന്നാണിത്. ഇനി ആലോചിച്ചു ഇതിൻ്റെ ഇത് ആരോപണം ആദ്യം വന്നാൽ ഇതിപ്പോൾ പൊട്ടിത്തെറിച്ചു മാത്രമേ ഉള്ളൂ. ഇതിന് മുമ്പ് എന്ത് ചെയ്തു, ലാൻഡുമായി ബന്ധപ്പെട്ട ഒരു ഡീലിൽ അല്ലേ 2.25 കോടി രൂപയ്ക്ക് മറ്റേ ബ്രോക്കർമാർ വാങ്ങിയ സ്ഥലം 23 കോടിക്ക് ട്രസ്റ്റ് വാങ്ങുന്നു. എന്നുവെച്ചാൽ ഒരാഴ്ച കൊണ്ട് 23 കോടി. ആ നഷ്ടം ആർക്കാണ്? വിശ്വാസികൾക്കും ഈ ട്രസ്റ്റിന് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇതിൽ മാത്രം ഇപ്പോൾ ശബരിമലയിൽ സംഭവിച്ചതും ഇതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ അമ്പലമായിട്ടുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടുത്തെ രാജകുടുംബം കൊള്ള നടത്തിയെന്ന് പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ സമാനമായ രീതിയിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ നിഗൂഢമായിട്ടുള്ള പലതും നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഇതിനൊക്കെ എനിക്ക് നമ്മൾ ഭയപ്പെടുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരു SIT വെച്ചൊക്കെയാണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചൊക്കെയാണ്. അന്വേഷണം നടത്തി അട്ടിമറിക്കുമോ എന്നുള്ളതാണ് ഒരു ഭയപ്പാട്. കാരണം ചിലർ പറഞ്ഞു വെച്ചാൽ ഇത് യോഗിയെ വീഴ്ത്താൻ വേണ്ടി മോദി കൊണ്ടുവന്ന തന്ത്രമാണെന്നാണ്. വേറെ ചില വിഭാഗങ്ങൾ ഇപ്പോൾ മലയാളത്തിലാണ് ഞാൻ കാര്യമായിട്ട് ഇത് മുസ്ലിങ്ങളുടെ ഈ അന്വേഷണം ഈ അമ്പലത്തെ തകർക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളുണ്ടാക്കിയ ഗൂഢാലോചനയാണ് എന്നുള്ളതാണ്. മുല്ലമാരെ പക്ഷേ ഭാഗ്യത്തിന് 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നാൾ വഴി നോക്കിക്കഴിഞ്ഞാൽ ജൂൺ 7-ാം തീയതി അഖിലേഷ് യാദവാണ് ആദ്യമായിട്ട് തൻ്റെ എക്സിൽ ഇത്തരത്തിലുള്ളൊരു കുറിപ്പ് ഇടുന്നത്. ഇത് ചിലത് നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അദ്ദേഹം അതായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ജൂൺ 16-ന് സന്തോഷ് ദുബെ എന്ന് പറയുന്ന ഒരു പഴയ കർസേവകൻ, അദ്ദേഹം ഇപ്പോഴും പിന്നെ ഈ ഹൈന്ദവ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പോലീസിനെ സമീപിച്ചൊരു കേസ് എന്ത് ചെയ്തു, ഇവിടുത്തെ സാമ്പത്തിക ഈ ക്രയവിക്രയങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശരത് ശുക്ല അദ്ദേഹം അതേ ദിവസം ഒരു പരാതി കൊടുത്തു. പിന്നെ 18-ാം തീയതി നമ്മളെ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗിൻ്റെ പേരിന് വേണ്ടിയും കേസ് കൊടുത്തു. ഇവരാരും മുസ്ലിങ്ങളല്ല. അപ്പോൾ ഭാഗ്യവശാൽ എന്ത് ചെയ്തു, മുസ്ലിങ്ങളാരും ഇതിൽ പരാതി കൊടുക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല കൃത്യമാണ് ഗൂഢാലോചന നടത്തിയവരും ഹിന്ദുക്കളോ ഹൈന്ദവ വിശ്വാസികളോ ആണെന്നുള്ളത്. എന്തായാലും ഇവിടെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായി തോന്നിയെന്താ അറിയോ, എങ്ങാനും ഈ ട്രസ്റ്റിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു സ്നേഹം തോന്നിയിട്ട് 1-2 മുസ്ലിങ്ങളെങ്ങാനും ഉൾപ്പെടുത്തിയിരുന്നെങ്കിലോ, എങ്കിൽ ഇന്നത്തെ പ്രതികൾ ആരായിരിക്കും? അവരാകുമായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ എന്തില്ല, നമ്മളാരും അതിനകത്തില്ല. ഇനി തിരിച്ച് നമ്മൾ ആലോചിക്കണം, ഈ വഖഫ് ബോർഡിലേക്ക് മുസ്ലിങ്ങളല്ലാത്തവരെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രയവിക്രയങ്ങളിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരികയാണെങ്കിൽ ആരായിരിക്കും പ്രതികൾ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമാണ്. എന്നാലും ഇതൊക്കെ കേട്ടിട്ടും പൊള്ളാത്ത ചില കപട വിശ്വാസികൾ ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് ന്യായീകരിക്കുന്നുണ്ട്. അവരെ വിശ്വാസികൾ തിരിച്ചറിയണം, ഇവരെല്ലാം ഒരേ താല്പര്യത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ LK അദ്വാനിയെക്കുറിച്ച് സ്വന്തം മരുമകൾ പറഞ്ഞൊരു കാര്യം അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും എല്ലാം ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ ഒരു ചിത്രം നമുക്ക് കിട്ടും. ഇത് മതവിശ്വാസത്തിൻ്റെ വിഷയമല്ല, മറിച്ച് മതത്തെ കച്ചവടവൽക്കരിക്കുന്നവരുടെ വിഷയമാണ്. അതെ, വിശ്വാസത്തെ ഒരു കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഞങ്ങളോടുള്ള സ്നേഹം പണത്തിനോടുള്ള അധികാരത്തോടുള്ള സ്നേഹമായിരുന്നു എന്ന് തന്നെ വേണം നമുക്കത് മനസ്സിലാക്കാൻ. അതെ, അധികാരത്തോടുള്ള സ്നേഹം തന്നെയാണ് ഈ രാംലല്ലയുമായി ബന്ധപ്പെട്ട ബാബരി മസ്ജിദിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇന്ത്യയിൽ BJP 2 പാർലമെൻറ്റ് അംഗങ്ങളിൽ നിന്ന് ഇന്ന് എത്തി നിൽക്കുന്ന, കഴിഞ്ഞ തവണ എത്തിയ ഏറ്റവും വലിയ ഒരു ഭൂരിപക്ഷത്തിലേക്ക് 300-ലധികം പാർലമെൻറ്റ് അംഗങ്ങളിലേക്ക് എത്താൻ അവരേറ്റവും അധികം സഹായിച്ചൊരു ഘടകം ഈ രാം ജന്മഭൂമി പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഇന്ത്യ കണ്ടിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ രാജ്യം അതിൻ്റെ ചരിത്രത്തിലുടനീളം കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ
BJPക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ ഒരു അടിയുടെ ഒരു തുടക്കമായി കാണാനാണ് ഓരോ ജനാധിപത്യ വിശ്വാസിയും ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായി കാണുന്നത് എന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം 2027 അടുത്ത ഫെബ്രുവരി മാർച്ചിലാണ് ഉത്തർപ്രദേശിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുന്നത്. പ്രതിപക്ഷ കക്ഷികളെല്ലാം വിചാരിക്കുന്നതും ഈ പ്രശ്നം അതിലേക്കുള്ള ഏറ്റവും വലിയൊരു വഴിയായി തുറക്കപ്പെടും. ഇന്ത്യയിലെ സാധാരണക്കാരായ ഹിന്ദു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എക്കാലഘട്ടത്തിലും നമുക്ക് എല്ലാവർക്കും, എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അവർ ശുദ്ധരാണ് എന്നൊരു വിശ്വാസം തന്നെയാണ് നമ്മളൊക്കെ പുലർത്തി പോരുന്നത്. അതിനെ ഡൈവേർട്ട് ചെയ്യുകയും ഭരണകൂടത്തിൻ്റെ സാങ്കേതികവും അതിൻ്റെ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരെ അപായപ്പെടുത്തുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തുകൊണ്ടാണ് BJP ഭരണകൂടം നിലനിൽക്കുന്നത് എന്ന അവസാനത്തെ ബംഗാൾ തെരഞ്ഞെടുപ്പ് അടക്കം നമ്മളുടെ മുമ്പിലുണ്ട്. ഈ ജനത ഒന്നിച്ചു നിന്ന് ഈ ഒരു അതിക്രമകാരികൾക്കെതിരെ, ഇപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് പലപ്പോഴും BJP ഹാൻഡിലുകൾ പറയുന്നത് ഇതുവരെ ഒരു അഴിമതിയും കറ പോലും പുരളാത്ത നേതാവ് എന്നാണ്. പക്ഷേ സത്യത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യവാദികളും അതേപോലെ തന്നെ ഗവൺമെൻറ്റിനെ നിരന്തരമായി തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ A മുതൽ Z വരെയുള്ള വെബ്സൈറ്റ് വരെ പുറത്തിറക്കിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ വ്യത്യസ്തങ്ങളായ അഴിമതി. നരേന്ദ്രമോദി നേരിട്ട് ചിത്രത്തിൽ വരാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നേരിട്ട് ചിത്രത്തിൽ വരാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ഇത്തരം സമൂഹത്തെ അല്ലെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയെ തന്നെ കബളിപ്പിക്കുന്ന കാര്യത്തിൽ എവിടെ വരെയുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർ ഏറ്റവും ഔന്നത്യത്തോടു കൂടി കാണുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന രാം ജന്മഭൂമിയുമായി ബന്ധപ്പെട്ട ഈ കേസ് പോലും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇതിൽ ഒരുപാട് ക്രമക്കേടുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിൽ പാലിക്കേണ്ട ഒരു നടപടിക്രമങ്ങളിലും പാലിക്കേണ്ട, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, അമിത് മാഷ് പറഞ്ഞ പോലെ, കോടിക്കണക്കിന് രൂപ വരുമാനം ലഭിക്കുന്ന കാണിക്കയുമായി ബന്ധപ്പെട്ട സംഗതികളിൽ പാലിക്കേണ്ട ഒരു SOP എല്ലായിടത്തും പാലിച്ചു വരുന്നതോ അല്ലെങ്കിൽ അങ്ങനെ അത്തരം പണം കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ ഒരു പ്രൊസീജിയറും പാലിക്കാതെയാണ് ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിനെതിരെ പറയുന്ന എല്ലാ പ്രധാനപ്പെട്ട ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അരവിന്ദ് കെജ്രിവാൾ അവിടെ സന്ദർശിക്കുകയുണ്ടായി. പിന്നെ നമ്മളുടെ SP നേതാവ് അഖിലേഷ് യാദവ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഉയർത്തിക്കൊണ്ടുവരികയും നിരന്തരം അവരൊക്കെ ഉയർത്തുന്നൊരു കാര്യമുണ്ട്. ഇതിനിപ്പോൾ 8ഓളം പേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ ആളുകളാണ്, അങ്ങനെയുള്ള ആളുകളാണ്. ഇതിൻ്റെ വലിയ ആളുകളിലേക്ക് എന്തുകൊണ്ട് കേസ് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ചോദ്യം. അത് നിരന്തരം നമ്മളിവിടെ കാണുന്നതും അല്ല എന്നാണ് തോന്നുന്നത്. ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനത്ത് വലിയ അളവിൽ ഉയർന്നു കേൾക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം BJP ഗവൺമെൻറ് അല്ലെങ്കിൽ അതിനെ പിന്നിൽ ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ നടപടിക്രമങ്ങൾ, നിതിൻ ഗഡ്കരി അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ എഥനോൾ വ്യവസായവുമായി ബന്ധപ്പെട്ട് വരുന്നത്, പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അദാനിക്കുള്ള സ്വാധീനം, അദ്ദേഹം വളർന്നു വന്നതിൻ്റെ ഒരു റേഷ്യോയുടെ ഒരു അന്തം വിട്ട ശതമാനങ്ങൾ, ഇതൊക്കെ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഏറ്റവും നിരക്ഷരരായ സാധാരണക്കാരെ ബാധിക്കുന്നൊരു വിഷയമാണ് രാംലല്ലയുമായി ബന്ധപ്പെട്ട വിഷയം. ആ അഴിമതി എന്നുള്ളത് മറ്റഴിമതികളെപ്പോലെ ഒന്നുമല്ല. അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയം, ഞങ്ങളെ രാമനെയും ഇവർ വഞ്ചിച്ചിരിക്കുന്നു എന്നൊരു ബോധം സാധാരണ ഹിന്ദു മനസ്സുകളിൽ ഒന്ന് കത്തി ഉയർന്നു കഴിഞ്ഞാൽ അത് BJPയുടെയും യോഗിയുടെയും നേരത്തെ ഒരു പക്ഷേ എനിക്ക് അമിത് മാഷ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇത് ചില ബുദ്ധി കേന്ദ്രങ്ങൾ യോഗിയെ ഇരുത്താൻ വേണ്ടി ചെയ്തതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏതായിരുന്നാലും ചില കാര്യങ്ങൾ അവരുടെ കൈവിട്ടും പോകാനുള്ളൊരു സാധ്യത നമ്മൾ അതിൽ ഒരു സംഭവം എന്ന് വെച്ചാൽ വക്കീലന്മാർ ഇവർക്ക് വേണ്ടി ഹാജരാവുകയില്ല എന്ന് വക്കീലന്മാർ പറഞ്ഞിട്ടുണ്ട്, തീരുമാനമെടുത്തിട്ടുണ്ട്. മാത്രമല്ല ബാർ കൗൺസിലിന് പുറത്താക്കുന്നുണ്ട് ആരെങ്കിലും അവർക്ക് വേണ്ടി ഹാജരായി. പ്രതിപക്ഷ കക്ഷികൾക്ക് അതിനൊരു രാഷ്ട്രീയം എന്നുള്ളതിലുപരിയായി അരവിന്ദ് കെജ്രിവാൾ അവിടെ ചെന്ന് പറഞ്ഞത്, ഞാൻ രാമനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ പ്രതികളെയല്ല, അല്ലാതെ ഞാൻ കോടതി പോകുന്നു എന്നുള്ളതല്ല. അത് ഏറ്റവും സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അഖിലേഷ് യാദവും അതുപോലെ തന്നെ ഇത് രാമനെ കബളിപ്പിച്ച വിഷയമാണ് എന്നുള്ള തലത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്കൊരു സങ്കടം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി വിഷയത്തിൽ കുറച്ചുകൂടി ഒരു ഉയർന്ന തലത്തിൽ ഈ സമയത്ത് ഇടപെടേണ്ടതായിട്ടുണ്ട് എന്നൊരു സങ്കടം കൂടി പങ്കുവച്ചു. എന്നാൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പ്രിയങ്ക ഗാന്ധിയും മറ്റുമൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും
രാഹുൽ ഗാന്ധിയുടെ ശബ്ദം ഈ വിഷയത്തിൽ ഒന്നുകൂടി രാജ്യം ശ്രദ്ധിക്കേണ്ടതാണ്, രാജ്യം കേൾക്കേണ്ടതാണെന്നുള്ളൊരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തുകയാണ്. ഏതായാലും മതത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ച ആളുകൾ അവരുടെ അന്ത്യം, അവരുടെ തകർച്ചക്കുള്ളൊരു തുടക്കമാവട്ടെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. രാജ്യത്തെ വർഗീയമായി വിഭജിക്കുന്നവരുടെ തന്ത്രങ്ങൾ അത് അവസാനിക്കേണ്ടതുണ്ട്. ജനാധിപത്യം പുലരുന്ന ജനാധിപത്യ സംവിധാനങ്ങൾ വളരെ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു നാടായി നമ്മുടെ നാട് മാറട്ടെ എന്ന് നമ്മളേവരും ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇന്നത്തെ ഒരു സ്പോട്ട് ലൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി അറിയിക്കുകയാണ്. അടുത്തയാഴ്ച ഇതേ സമയത്ത് ചാനലിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.